നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയ തലങ്ങളിലേക്ക് വികസിക്കുമ്പോൾ ലോകശക്തിയായ റഷ്യയുടെ ഇടപെടൽ യുദ്ധത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുന്നതായിട്ട് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു. വെറുമൊരു പിന്തുണ എന്നതിലുപരിയായി ഇറാൻ എന്ന പ്രാദേശിക ശക്തിക്ക് അമേരിക്കൻ സഖ്യത്തോടെ പിടിച്ചു നിൽക്കാനായിട്ട് ആവശ്യമായ സാങ്കേതികവും തന്ത്രപരവുമായിട്ടുള്ള കരുത്ത് നൽകുന്നത് മോസ്കോയാണെന്ന് ആഗോള പ്രതിരോധ വൃത്തങ്ങൾ വിശ്വസിക്കുന്നു. റഷ്യയുടെ സഹായമില്ലാതെ ഇറാൻ ഇത്രത്തോളം പ്രതിരോധം തീർക്കില്ലെന്ന നിഗമനം ശക്തമാണ്. സൈനികമായ കരുത്തിനേക്കാൾ യുദ്ധം അനന്തമായിട്ട് നീട്ടിക്കൊണ്ടുപോയി ശത്രുവിനെ തളർത്തുക എന്ന തന്ത്രമാണ് റഷ്യയുടെ ഗൈഡൻസോടുകൂടി ഇപ്പോൾ ഇറാൻ പയറ്റുന്നത്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള ആഗോള നയതന്ത്ര വേദികളിൽ ഇറാനെതിരെയുള്ള പ്രമേയങ്ങളെ തടയുന്നതിലൂടെയും അമേരിക്കയുടെ നീക്കങ്ങളെ ചോദ്യം ചെയ്യുന്നതിലൂടെയും റഷ്യ ഒരു സംരക്ഷണ കവചമായി മാറുകയാണ്. അടുത്ത കാലത്തായിട്ട് പുറത്തുവന്ന പല റിപ്പോർട്ടുകളും വിരൽ ചൂണ്ടുന്നത് റഷ്യയും ഇറാനും തമ്മിലുള്ള രഹസ്യാന്വേഷണ വിവരങ്ങളുടെ കൈമാറ്റത്തിലേക്കാണ്. CNN പോലെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം മുൻപ് നൽകിയിരുന്ന പൊതുവായ സഹായങ്ങളിൽ നിന്ന് മാറി വളരെ കൃത്യമായിട്ടുള്ള യുദ്ധതന്ത്രങ്ങൾ ഉപദേശിക്കുന്ന ഘട്ടത്തിലേക്ക് റഷ്യ ഇപ്പോൾ കടന്നിരിക്കുന്നു. ലക്ഷ്യസ്ഥാനങ്ങൾ കൃത്യമായി കണ്ടെത്തുന്നതിനും ശത്രുവിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിക്കുന്നതിനുമൊക്കെ തന്നെ ആവശ്യമായ ഉപദേശങ്ങൾ റഷ്യൻ സൈനിക വൃത്തങ്ങൾ ഇറാന് നൽകുന്നുണ്ട്. ഇറാൻ്റെ പക്കൽ ഏകദേശം 3000-ഓളം മിസൈലുകൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നതെങ്കിലും അവയുടെ പ്രകരശേഷിയും കൃത്യതയും വർദ്ധിപ്പിക്കുന്നതിൽ റഷ്യൻ സാങ്കേതികവിദ്യ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇത് വെറുമൊരു പ്രാദേശിക പോരാട്ടമല്ല, മറിച്ച് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ലോകക്രമത്തിന് ബദലായിട്ട് റഷ്യയും ചൈനയും നടത്തുന്ന വലിയ ഒരു കളി കൂടിയാണെന്ന് വ്യക്തമാകും. ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേലിൻ്റെ അയൺ ഡോം പോലെയുള്ള അത്യാധുനിക സുരക്ഷാ വലയ സംവിധാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ദുർബലമാണെന്നത് ഒരു വസ്തുതയാണ്. ശത്രു വിമാനങ്ങളെ പറന്നുയരാൻ പോലും അനുവദിക്കാത്ത രീതിയിലുള്ള ഏരിയൽ സൂപ്പീരിയോറിറ്റി ഇസ്രായേലിനുണ്ട്. ഇറാൻ്റെ വ്യോമതാവളങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ പലപ്പോഴും പ്രതിരോധിക്കാൻ അവർക്ക് കഴിയാറില്ല. എന്നാൽ ഇവിടെയാണ് റഷ്യയുടെ ഈ ഇടപെടൽ ഉണ്ടാകുന്നത് നിർണായകമാകുന്നത്. ശത്രുവിൻ്റെ മിസൈലുകളെയും ഡ്രോണുകളെയും മുൻകൂട്ടി കൃത്യമായി ട്രാക്ക് ചെയ്യാനുള്ള അത്യാധുനിക സാങ്കേതികവിദ്യ റഷ്യയ്ക്കുണ്ട്. അന്തരീക്ഷത്തിലെ ഏത് ചലനങ്ങളെയും നിരീക്ഷിക്കാൻ കഴിവുള്ള റഷ്യൻ സാറ്റലൈറ്റുകളും സർവൈലൻസ് സംവിധാനങ്ങൾ നൽകുന്ന വിവരങ്ങൾ ഇറാന് കൃത്യസമയത്ത് ലഭിക്കുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നാവിക കപ്പലുകൾ എവിടെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നും എവിടെ നിന്നാണ് ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്നും മനസ്സിലാക്കാനായിട്ട് ഈ റഷ്യൻ സഹായം ഇറാനെ സഹായിക്കുന്നു. റഷ്യ നേരിട്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നില്ലെങ്കിലും ഇറാന് നൽകുന്ന ആയുധ സാങ്കേതിക വിദ്യ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇപ്പോൾ വലിയ ചർച്ചയാകുന്നുണ്ട്. ശത്രുവിൻ്റെ അന്തർവാഹിനികളെ വേട്ടയാടാൻ ശേഷിയുള്ള റഷ്യൻ യുദ്ധക്കപ്പലായിട്ടുള്ള MPK-10 നാസ പോലെയുള്ളവ ഈ യുദ്ധത്തിൽ ഇറാന് കൈമാറുമോ എന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. പസഫിക് മഹാസമുദ്രത്തിലെ അവാച്ച ഗൾഫിൽ റഷ്യ നടത്തിയ വമ്പൻ നാവിക അഭ്യാസം ഇതിൻ്റെ സൂചനയായി തന്നെ പലരും കാണുന്നുണ്ട്. അമേരിക്കയും ഇസ്രായേലും ഇറാൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുമ്പോൾ തങ്ങൾ ഇറാൻ്റെ പിന്നിലുണ്ട് എന്ന കൃത്യമായ സന്ദേശമാണ് ഈ ശക്തിപ്രകടനത്തിലൂടെ ഇപ്പോൾ പുടിൻ നൽകുന്നത്. റഷ്യയുടെ S-300, S-400 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോൾ തന്നെ ഇറാൻ്റെ പക്കലുണ്ട്. അവയുടെ എണ്ണം കുറവാണെങ്കിലും അവ നൽകുന്ന സുരക്ഷാ കവചമാണ് ഇറാൻ്റെ പ്രധാന താവളങ്ങളെ നിലനിർത്തുന്നത്. ഷാഹിദ് വിഭാഗത്തിൽപ്പെട്ട ഡ്രോണുകളാണ് ഇറാൻ്റെ പ്രധാന ആയുധമെന്ന് ലോകം ഇന്ന് തിരിച്ചറിയുന്നു. യഥാർത്ഥത്തിൽ ഇറാൻ വികസിപ്പിച്ചെടുത്ത ഈ ഡ്രോണുകൾ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഉപയോഗിച്ചതോടെയാണ് അവയുടെ പ്രശസ്തി വർദ്ധിച്ചത്. യുക്രൈനിൽ നിന്ന് റഷ്യ പഠിച്ച യുദ്ധപാഠങ്ങൾ ഇപ്പോൾ ഇറാന് കൈമാറുകയാണ്. ചിലവ് കുറഞ്ഞതും എന്നാൽ വലിയ പ്രകടനശേഷിയുള്ളതുമായിട്ടുള്ള ഈ ഡ്രോണുകളെ എങ്ങനെ ഫലപ്രദമായിട്ട് വിന്യസിക്കാമെന്ന് റഷ്യ ഇറാനെ പഠിപ്പിക്കുന്നു. ഇറാഖിലെയും സിറിയയിലെയും അമേരിക്ക താവളങ്ങൾക്ക് നേരെ ഇപ്പോൾ നടക്കുന്ന കൃത്യമായിട്ടുള്ള ഈ ഡ്രോൺ ആക്രമണങ്ങൾക്ക് പിന്നിൽ റഷ്യൻ ഗൈഡൻസ് സിസ്റ്റം ഉണ്ട് എന്നത് പ്രതിരോധ വൃത്തങ്ങളൊക്കെ തന്നെ ഇപ്പോൾ കരുതുന്നു. 10 ആക്രമണങ്ങളിൽ ഒന്നുപോലും ലക്ഷ്യത്തിൽ തറയ്ക്കുന്നത് ഇറാൻ്റെ സാങ്കേതിക വിദ്യയുടെ മാത്രം മികവല്ല, മറിച്ച് റഷ്യയുടെ ബുദ്ധി കേന്ദ്രങ്ങൾ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. സാമ്പത്തികമായി നോക്കിയാൽ ഈ യുദ്ധം റഷ്യയ്ക്ക് വലിയ ലാഭമാണ് നൽകുന്നത്. കാരണം ആഗോള വിപണിയിൽ എണ്ണവില $100 മുകളിലേക്ക് കുതിച്ചുയരുമ്പോൾ റഷ്യയുടെ ഖജനാവ് നിറയുകയാണ്. മുൻപ് ഉപരോധങ്ങൾ കാരണം റഷ്യൻ എണ്ണ വാങ്ങാൻ മടിച്ചിരുന്ന രാജ്യങ്ങൾ പോലും അവർക്ക് ഇപ്പോൾ റഷ്യയെ ആശ്രയിക്കാതെ വേറെ വഴിയില്ല. അമേരിക്ക പോലും ചില സാഹചര്യങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊള്ളാൻ പറയേണ്ടി വരുന്നു. ഊർജ്ജ പ്രതിസന്ധി ലോകത്തെ മുഴുവൻ ബാധിച്ചാൽ അത് അമേരിക്കയുടെ രാഷ്ട്രീയ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന പേടി അത് വാഷിംഗ്ടണിനുണ്ട്. ഈ സാഹചര്യം മുതലെടുത്ത് തൻ്റെ രാജ്യത്തിനെതിരെയുള്ള ഉപരോധങ്ങളെ പുടിൻ ഇപ്പോൾ മറികടക്കുകയാണ്. റഷ്യയുടെ എണ്ണക്കപ്പലുകൾക്ക് ലോകത്തെ തന്നെ പ്രധാന തുറമുഖങ്ങളിലേക്ക് യാതൊരു തടസ്സവുമില്ലാതെ കടന്നു വരാൻ കഴിയുന്ന സാഹചര്യം ഈ യുദ്ധം വഴി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ചൈനയുടെ നിലപാട് ഈ ഒരു സംഘർഷത്തിൽ വളരെ സങ്കീർണമാണ്. കാരണം റഷ്യയേക്കാൾ കൂടുതൽ വ്യാപാരബന്ധം ഇറാനുമായിട്ടുള്ളത് ചൈനയ്ക്കാണ്. ഇറാൻ്റെ എണ്ണ കയറ്റുമതിയുടെ ഭൂരിഭാഗവും ചൈനയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ തകരുന്നത് ചൈനയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് തന്നെ വലിയ ഭീഷണിയായി മാറും. എന്നാൽ ചൈന ഒരിക്കലും നേരിട്ട് യുദ്ധത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ നയം അത് വളരെ കാൽക്കുലേറ്റഡ് ആണ്. അമേരിക്കയുമായി ഒരു സൈനിക ഏറ്റുമുട്ടലിലേക്ക് പോകാൻ ചൈന തയ്യാറല്ലെങ്കിലും ഇറാനെ സാമ്പത്തികമായി തകരാതെ അവർ സംരക്ഷിക്കും. ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കൻ ഉപരോധം തുടരുമ്പോഴും ചൈനീസ് കപ്പലുകൾക്ക് സുഗമമായിട്ട് കടന്നു പോകാൻ ഇറാൻ സൗകര്യമൊരുക്കുന്നുണ്ട്. അമേരിക്കയുടെ അടുത്ത നീക്കം അതെന്താണെന്ന് നോക്കി
തന്ത്രപരമായി മാത്രം ചൈന പ്രതികരിക്കുന്നുണ്ട്. നയതന്ത്ര തലത്തിൽ റഷ്യയും ചൈനയും ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ ഇറാനുമായി നിലകൊള്ളുന്നു. അമേരിക്ക കൊണ്ടുവരുന്ന പല പ്രമേയങ്ങളെയും തന്ത്രപരമായി തന്നെ വീറ്റോ ചെയ്യാനോ അല്ലെങ്കിൽ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് കൊണ്ട് പ്രമേയങ്ങളുടെ മുനയൊടിക്കാനോ അവർക്ക് സാധിക്കുന്നു. റഷ്യ കൊണ്ടുവന്ന പല പ്രമേയങ്ങളും തള്ളപ്പെടുന്നുണ്ടെങ്കിലും അത് അന്താരാഷ്ട്ര തലത്തിൽ ഒരു പുതിയ ചർച്ചയ്ക്ക് തുടക്കമിടുന്നുണ്ട്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഏകധ്രുവ ലോകം അവസാനിക്കുകയാണെന്നും ബദൽ ശക്തികൾ ഉയർന്നു വരികയാണെന്നും ഈ നീക്കങ്ങൾ തെളിയിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളെയൊക്കെ തന്നെ ആക്രമിക്കുന്നതിൽ ഇറാന്റെ നടപടികളെ പരസ്യമായി പിന്തുണച്ചില്ലെങ്കിലും അവരെ പൂർണ്ണമായി തള്ളിപ്പറയാൻ റഷ്യ തയ്യാറാകുന്നില്ല. നയതന്ത്രപരമായി തന്നെ ഇറാനെ ഒറ്റപ്പെടുത്താൻ അമേരിക്ക നടത്തുന്ന ശ്രമങ്ങൾ ഇവിടെ പരാജയപ്പെടുകയാണ്. ഇനി അതുപോലെ തന്നെ ഉത്തര കൊറിയയുടെ പങ്കും ഈ സഖ്യത്തിൽ വളരെ ശ്രദ്ധേയമാണ്. കിം ജോങ് ഉന്നിൻ്റെ നേതൃത്വത്തിലുള്ള രാജ്യം യാതൊരു അന്താരാഷ്ട്ര നിയമങ്ങളും പാലിക്കാത്ത ഒന്നായതുകൊണ്ട് തന്നെ അവർക്ക് പരസ്യമായി ഇറാനെ പിന്തുണ പ്രഖ്യാപിക്കാൻ എളുപ്പമാണ്. അമേരിക്കൻ ഉപരോധങ്ങളെ പുല്ലുപോലെ കണക്കാക്കുന്ന ഉത്തര കൊറിയ ഇറാന്റെ പുതിയ നേതൃത്വത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആണവായുധങ്ങൾ നേരിട്ട് കൈമാറാൻ കഴിയില്ലെങ്കിലും മിസൈൽ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഇവർ തമ്മിൽ രഹസ്യധാരണകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ലോകത്തിൻ്റെ ഒരു കോണിലിരുന്ന് അമേരിക്കയെ വെല്ലുവിളിക്കുന്ന ഉത്തര കൊറിയ ഇറാന്റെ പക്ഷത്ത് നിൽക്കുന്നത് അമേരിക്കൻ പ്രൊപ്പഗണ്ട മെഷീനറിക്ക് വലിയ ആയുധമായി മാറുന്നുണ്ട്. തിന്മയുടെ അച്ചുതണ്ട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങൾ ഒന്നിക്കുമ്പോൾ അത് ലോകക്രമത്തെ തന്നെ മാറ്റും. ഇറാന്റെ ഉൾനാടൻ ശക്തി എന്നത് അവരുടെ അതിജീവനത്തിനുള്ള പോരാട്ടമാണ്. ഭരണകൂടത്തെ തകർക്കാൻ ശ്രമിക്കുന്ന വൈദേശിക ശക്തികൾക്കെതിരെ രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ അവർക്ക് കഴിയുന്നു. വ്യോമസേനയുടെ കാര്യത്തിൽ ഇറാൻ വളരെ പിന്നിലാണ് എന്നത് അവർ തിരിച്ചറിയുന്നുണ്ട്. അത്യന്താധുനിക യുദ്ധവിമാനങ്ങളോ സംവിധാനങ്ങളോ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ തങ്ങളുടെ മുഴുവൻ കരുത്തും മിസൈലുകളിലും ഡ്രോണുകളിലും കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. F-14 പോലുള്ള പഴയ അമേരിക്കൻ വിമാനങ്ങൾ നവീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിലും തദ്ദേശീയമായി നിർമ്മിച്ച ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് ശബ്ദത്തിൻ്റെ 7 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുമെന്ന് അവർ അവകാശപ്പെടുന്നു. ഇതിന് പിന്നിൽ റഷ്യയുടെയോ ചൈനയുടെയോ രഹസ്യ സാങ്കേതിക വിദ്യ ഉണ്ടാകാമെന്നാണ് വിദഗ്ധരുടെ പക്ഷം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം വളരെ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ സൃഷ്ടിക്കുന്നത്. ചൈനയും റഷ്യയും ഇറാനൊപ്പം നിൽക്കുമ്പോൾ ഇന്ത്യക്ക് ഒരു സന്തുലിത നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നുണ്ട്. പേർഷ്യൻ ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ എണ്ണക്കപ്പലുകളുടെ സുരക്ഷ ഇന്ത്യക്ക് വളരെ പ്രധാനമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാന്റെ പുതിയ പ്രസിഡന്റും തമ്മിലുള്ള ചർച്ചകളിൽ ഈ വിഷയങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് ഇറാന്റെ എണ്ണ ആവശ്യമാണ്. എന്നാൽ അമേരിക്കയുമായുള്ള ബന്ധം തകരാനും പാടില്ല. ഈ ഒരു സാഹചര്യത്തിൽ റഷ്യയും ചൈനയും നൽകുന്ന പിന്തുണ ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഉപരോധങ്ങൾക്കിടയിലും വ്യാപാരം തുടരാനുള്ള ഒരു ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഒരുപക്ഷെ റഷ്യയുടെയും ചൈനയുടെയും പാത പിന്തുടർന്നുകൊണ്ട് ഇന്ത്യയും ഈ സഖ്യത്തിൻ്റെ ഭാഗമാകുമോ എന്ന് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുകയാണ്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിലെ സംഘർഷം വെറും ഒരു മതപരമോ പ്രാദേശികമോ ആയിട്ടുള്ള യുദ്ധമല്ല. ഇതൊരു ആഗോള അധികാര വടംവലിയാണ്. കാരണം അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കാനും റഷ്യയുടെയും ചൈനയുടെയും മേധാവിത്വം ഉറപ്പിക്കാനും പറ്റിയ അവസരമായിട്ട് അവർ ഇറാന്റെ പോരാട്ടത്തെ കാണുകയാണ്. ഇറാന് ആയുധങ്ങളും സാങ്കേതികവിദ്യയും മറ്റു വിവരങ്ങളുമൊക്കെ തന്നെ നൽകിക്കൊണ്ട് അവരെ യുദ്ധത്തിൽ പിടിച്ചു നിർത്തുന്നത് അതുവഴി അമേരിക്കയുടെ ശ്രദ്ധയും സമ്പത്തും ഇവിടെ തളച്ചിടാനായിട്ട് പുടിന് സാധിക്കുന്നുണ്ട്. റഷ്യയും ചൈനയും ഇറാനും ഉത്തര കൊറിയയും ചേർന്നുള്ള ഈ ഒരു അദൃശ്യ സഖ്യം അത് ലോകത്തെ പുതിയൊരു ശീതയുദ്ധത്തിലേക്ക് നയിക്കുകയാണ്. ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തെയും തകർക്കാൻ കഴിയില്ല എന്ന് റഷ്യ തെളിയിക്കുമ്പോൾ ഇറാന്റെ പോരാട്ട വീര്യം ആഗോള രാഷ്ട്രീയ ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായി മാറുകയാണ്.